മഴയൊക്കെ നല്ലോണം അങ്ങനെ പിടിച്ചു വരുന്നുണ്ടല്ലേ. അപ്പോൾ ഈ മഴക്കാലത്ത് ഒരു തരി ഉപ്മാവ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ തരി വേണ്ടുന്നത് വറുത്തിട്ട് തണിയാൻ മാറ്റി വയ്ക്കുക. ഒരു വലിയ ഉള്ളി ചെറുങ്ങനെ സ്ലൈസാക്കി മുറിച്ചിടുക. 3 പച്ചമുളക് ചെറുങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിടുക. ചെറിയ ഉള്ളി 4 എണ്ണവും 1 ക്യാരറ്റും 100 ഗ്രാം ബീൻസും ചെറുങ്ങനെ അരിഞ്ഞിടുക. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം അരിഞ്ഞ് ചേർക്കുക. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇവയൊക്കെ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വഴറ്റണം. ആവശ്യത്തിന് ഉപ്പിടാൻ മറക്കരുത്. അപ്പോൾ ഇതെല്ലാം വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു 10 മിനിറ്റ് തിളപ്പിക്കണം. അപ്പോൾ വേറെ ഇതിനാവശ്യമായിട്ടുള്ളത് ഉഴുന്നാണ്. അപ്പോൾ ഉഴുന്ന് ആവശ്യത്തിന് വേണ്ടുന്നത് നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് വറുത്തിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ അത് തണിയാൻ അങ്ങനെ മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ ചേരുവകൾ എങ്ങനെ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കണം. അപ്പോൾ അതൊക്കെ നല്ലോണം വെന്ത് കഴിഞ്ഞാൽ നല്ല സ്മെല്ല് വരും. അപ്പോൾ വേവാൻ വേണ്ടി കാത്തു നിൽക്കുക. ആവശ്യത്തിന് കറിവേപ്പിലയും ഇടാൻ മറക്കരുത് കേട്ടോ. കറിവേപ്പില നല്ലോണം കഴുകി ഒരു 2 തണ്ട് എടുക്കാം. 2 തണ്ട് ഊർന്നത് എടുത്തിട്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വേണം വഴറ്റാൻ വേണ്ടിയിട്ട്. വഴറ്റിയിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. പിന്നെ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ചേർക്കണം. ഇനി വേണ്ടുന്നത് താളിക്കുന്ന, അതായത് ആവശ്യത്തിന് കടുകും ഒരു 4 കായമുളക് നടുവേ കീറിയതും താളിച്ചിട്ട് ചേർക്കുക. എന്നിട്ട് ഒന്നും കൂടി ഇതിലേക്കൂടി ഇളക്കി യോജിപ്പിക്കുക. ചേരുവകളിലൂടെ ഇളക്കി യോജിപ്പിക്കുക. ഇനി വറുത്ത് തണിയാൻ മാറ്റി വെച്ച തരി ആവശ്യത്തിന് എടുത്തിട്ട് അതുകൂടെ ചേർക്കുക. ഇനി നേരത്തെ ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ തരി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചൂടുവെള്ളത്തിൽ ഉപ്പ് ചേർത്തത് ആവശ്യത്തിന് ചേർക്കണം. എന്നിട്ട് അത് ഒന്നും കൂടി ഒരു 3 മിനിറ്റ് തിളപ്പിക്കാൻ വേണ്ടി വെക്കണം. വറുത്ത് മാറ്റി വെച്ച ഉഴുന്നും കൂടെ ചേർത്തിട്ട് നല്ലോണം യോജിപ്പിക്കുക. ആവശ്യത്തിന് നെയ്യ് വേണമെങ്കിലും ഇനിയും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ടൊരു 3 മിനിറ്റ് ഇങ്ങനെ തിളക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ തരി നല്ലോണം വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തരി ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്.